തിരുവിതാംകൂറിലെ ഒരു വക്കം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സൂര്യൻ അണയാത്ത വെളിച്ചത്തിന്റെ അടിവതറാത്ത ആദർശത്തിന്റെ ഉൾക്കരുത്തുമായി വക്കം മൗലവിയുടെ പോരാട്ടം നമ്മൾ കാണുന്നു. അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ഒരുമിച്ച് തീർത്ത് സ്വദേശാഭിമാനി പത്രമിറക്കുന്നു. എന്തിനാണത്? വെറുതെ ഒരു സമൂഹത്തെ കബളിപ്പിക്കാനാണോ? ഒരു സമൂഹത്തിലേക്ക് അന്ധവിശ്വാസം പറയാനാണോ? അല്ല. അന്നത്തെ ഭരണകൂടത്തിന്റെ നീതി നിഷേധങ്ങൾക്കെതിരെ, അഴിമതിക്കെതിരെ അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, അക്രമിയായ ഭരണാധികാരിയുടെ സന്നിധാനത്തിൽ ചെന്ന് സത്യം പറയണമെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ വക്താവായി വക്കം മൗലവി എന്ന് ജീവിക്കുകയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ നാട് കടത്താൻ പരിശ്രമിച്ചപ്പോൾ വക്കം മൗലവി പറഞ്ഞു, എനിക്ക് പത്രപ്രവർത്തനം വേണ്ട, എന്റെ കൂടെയുള്ള സ്വദേശാഭിമാനിയെ എനിക്ക് തിരിച്ചു തരണം, എന്നിട്ട് ഞങ്ങൾ ഇവിടെ പത്രം ആരംഭിക്കാം എന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ചാൾസ് ക്രിസ്മാൻ എന്ന് പറയുന്ന ലോകത്തിലെ പ്രമുഖനായ സാമൂഹിക വിശാരദൻ, ലോകത്തെ മാറ്റിമറിച്ച മഹാമനീഷികളുടെ പേര് ഉദ്ധരിക്കുന്ന ദ മോഡേണിസ്റ്റ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഏഷ്യൻ വൻകരയെ മാറ്റിമറിച്ച മഹാമനീഷികളുടെ പേര് പറയുന്നിടത്ത് അദ്ദേഹം ധാരാളം പേരുകൾ പറയുന്നുണ്ട്. അതിൽ ആദ്യമൊക്കെ പറയുന്ന പേര് നമുക്ക് കാണാൻ സാധിക്കുന്നത് അലിഗറിന്റെ സ്ഥാപകരെയാണ്. എന്നാൽ സർ സയ്യിദ് അഹമ്മദ് ഖാനെ പറഞ്ഞതിന് ശേഷം പിന്നീട് മോഡേണിസ്റ്റ് ഇസ്ലാമിൽ ചാൾസ് ക്രിസ്മാൻ പറയുന്നത് വക്കം അബ്ദുൽ ഖാദറിനെയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, നമ്മൾ ആലോചിക്കുക, ആ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഇന്ത്യയിലെ പ്രമുഖമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി ഡൽഹിയിൽ BA ഇംഗ്ലീഷിന് അഡ്മിഷൻ എടുക്കുന്നത് വക്കം അബ്ദുൽ ഖാദറിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്തിന്റെ പുരോഗതി, ഈ നാടിന്റെ പുരോയാനം, അതിൽ ശക്തമായ മുസ്ലിം പ്രതിനിധാനം മതേതരവൽക്കരിച്ചുകൊണ്ട് നിർവഹിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ മനീഷിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്.